കരയിലേക്ക് എത്തിച്ച റഹീസ് നമ്മളോടൊപ്പം ഉണ്ട് ടെലിഫോണിൽ. റഹീസ്, എങ്ങനെയാണ് റഹീസ് നിങ്ങൾ അവിടെ കുടുങ്ങിപ്പോയത്? ഹലോ, റഹീസ് കേൾക്കുന്നുണ്ടോ? ഹലോ, റഹീസ് കേൾക്കാമോ? അപ്പൊ കേൾക്കാം. ശരി, റഹീസ് ഓക്കെ ആണല്ലോ അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ? ഞാൻ ഓക്കെ, സേഫാണ്. എന്താ ഉണ്ടായതറിയോ? ആ ഞങ്ങൾ ഇന്നലെ താഴത്തുനിന്ന് ഒരു 1 മണിയായപ്പോ ഞങ്ങൾക്ക് ഒരു ബോഡി കിട്ടിയിരുന്നു. മുണ്ടേരി ജുവൻസിന്റെ ക്ലബിന്റെ പോലെ, അങ്ങനെ ആ ജുവൻസ് ക്ലബ്ബുകാർ ബോഡി തരാൻ വന്ന പോലെ കൂടെ ഞങ്ങൾ 3 പോന്നിരുന്നു. എപ്പോ? ഉച്ചയ്ക്ക് 1 മണിക്ക് ഇന്നലെ? 1 മണിക്ക് ഞങ്ങൾക്ക് ഒരു ബോഡി കിട്ടിയപ്പോ ഞങ്ങൾ മേലേക്ക്, ഞങ്ങളിവിടെ കലക്കുമ്പോഴേ വരെ ഞങ്ങൾ നോക്കിയിരിക്കണേ. ഞങ്ങളൊരു 8-10 ടീം. അപ്പൊ ഞങ്ങൾ അതിന്റെ മേലേക്ക് ബോഡി നോക്കാൻ വേണ്ടി പോകുന്നതാണ്. ഞങ്ങൾ 3 പേരാണ് പോകുന്നത്. ഞാനും എന്റെ സുഹൃത്തും പിന്നെ കൊണ്ടോട്ടിലൊരു ഫ്രണ്ടും. അങ്ങനെ പോന്നു കഴിഞ്ഞപ്പോൾ അവിടുന്ന് ഒരു 12 കിലോമീറ്ററോളം പോന്നു കഴിഞ്ഞപ്പോ ആ കൊണ്ടോട്ടിൽ എന്റെ ഫ്രണ്ടിന് എന്ത് ചെയ്തു, ഒരു ബി പി കുറയാ. അപ്പൊ ഒരു ബി പി കുറയായപ്പോ പിന്നെ ഓന് നടക്കാൻ കഴിയണില്ല, ഓന് തല മിന്നാണ്, അങ്ങനെയൊക്കെ പറയാം. അപ്പൊ നമുക്ക് അങ്ങോട്ടും നടക്കാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പൊ ഞങ്ങൾ അവിടെ സ്റ്റേ ചെയ്തിരിക്കണം ഇന്നലെ നൈറ്റ്. പറഞ്ഞോളൂ രഹീസ്. പിന്നെ ഇന്ന് രാവിലെ നമുക്കറിയും താഴത്തേക്ക് ഇനി മുണ്ടേരി ഫാം അങ്ങോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ 10-12 കിലോമീറ്ററോളം നമ്മൾ നടക്കണം. അപ്പൊ നേരെ മറിച്ച് ഇങ്ങോട്ട് മേപ്പാടി ഭാഗത്തേക്ക് കയറുകയാണെന്നുണ്ടെങ്കിൽ 3 കിലോമീറ്ററോളം നടത്തി. സംബന്ധിച്ചോളം ഈ ബി പി കുറഞ്ഞ ആളൊക്കെ ഉണ്ടായപ്പോ അങ്ങനെ മേലേക്ക് ആണ് കയറിയത്. അവിടെ നിന്ന് വെച്ചപ്പോ ചെറിയ വെള്ളത്തിന്റെ കൂടുതലൊക്കെ ഉണ്ടായതുകൊണ്ട് അപ്പോ നമ്മളിവിടെ ഫോറസ്റ്റുകാരും ഇവിടെ അല്ലേ പോസ്റ്റ് ഗാർഡിനെ ഞങ്ങൾ ആദ്യം കണ്ടത്. പിന്നെ ഫോറസ്റ്റുകാരോലൊക്കെ വന്നു. ഞാൻ ഇപ്പുറത്തുകൂടെ അങ്ങനെ എന്തെയ്തിരിക്കണേ, അതേപോലെ അങ്ങനെ കയറിയിരിക്കണേ. ഇത് 2 സുഹൃത്തുക്കൾ അവിടെ ഉണ്ട്, ഒരു സേഫാണ്, അവരുടെ ആൾക്കാർ എത്തിക്കണേ. അപ്പോ ഹെലികോപ്റ്റർ വന്നിട്ട് ഇറങ്ങാൻ പറ്റൂല എന്ന് പറഞ്ഞു. അപ്പൊ എന്താ വെച്ചാൽ ഓന് ബി പി കുറയുന്നുണ്ട്. ഇതിന്റെ കൂടെ സാലിമാക്കാരനെ വ്യക്തി ജസ്റ്റ് ഒന്ന് വീണപ്പോ ചെറിയ മുറിവുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഇനി റിസ്ക് എടുക്കണ്ട, അവിടെ ആളെയൊക്കെ കണ്ടതല്ലേ എന്ന് പറഞ്ഞ അങ്ങനെ നിൽക്കാണ്. അല്ല റഹീസ്, നിങ്ങൾ എത്ര മണിക്കൂറായി ഇപ്പോഴീ അവിടെ ഒറ്റപ്പെട്ടു പോയിട്ട്? എത്ര മണിക്കൂറായി? അതായത് ഇന്നലെ 1 മണിക്ക് വന്നതാണ്. അപ്പൊ ഇന്നലെ ഉച്ചയ്ക്ക് 1 മണിക്ക് വന്നതാണോ? അപ്പൊ 24 മണിക്കൂറായി. 24 മണിക്കൂറായിട്ട് നിങ്ങൾ അവിടെ ആ പാറക്കെട്ടിലാണ്? അതെ, അല്ല പാറക്കെട്ടിലല്ല, ഞങ്ങൾ താഴത്തായിരുന്നു. ഞങ്ങൾ അവിടുന്ന് ഇപ്പൊ കയറി വന്നതാണ് ഈ പാറക്കെട്ടിക്ക്. അല്ല, അപ്പൊ ഇന്നലെ രാത്രി എവിടെയായിരുന്നു നിങ്ങള്? ഇന്നലെ രാത്രി ഫോറസ്റ്റിൽ സ്റ്റേ ആയിരുന്നു. ഞങ്ങൾ 3 ഒരേ മരം ഉണ്ടായിരുന്നു, ആ മരത്തിന്റെ ഉള്ളിൽ പോയി വേണ്ടി ഞങ്ങൾ സ്റ്റേ എടുത്തു. അതായത് കാട്ടിലായിരുന്നു? പ്രശ്നമില്ലായിരുന്നു, ഭക്ഷണം എല്ലാത്തിന്റെ ഒരു ഇടങ്ങേറ് മാത്രമേ ഉള്ളായിരുന്നു. അല്ല, കാട്ടിലായിരുന്നു ഇന്നലെ രാത്രി? അതെ, കാട്ടിലായിരുന്നു. അത് ശരി. അത് കഴിഞ്ഞിട്ട് അപ്പൊ നിങ്ങൾ രാവിലെ നിങ്ങൾ വീണ്ടും തിരച്ചിൽ തുടങ്ങി? അതെ, രാവിലെ വീണ്ടും മേലേക്ക് ഞങ്ങൾ അത്രയും പോകുന്നതല്ലേ. പിന്നെ അങ്ങോട്ട് താഴത്തേക്ക് ഇനി 12 കിലോമീറ്റർ നടക്കാണ്ട്. അല്ല, അപ്പൊ നിങ്ങൾ ഈ കാട്ടിൽ കുടുങ്ങിക്കിടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആരെങ്കിലും ഒന്ന് വിളിച്ചു പറയാനൊന്നും പറ്റിയില്ലേ ഇന്നലെ രാത്രി? ഇല്ല, ഫോണും കാര്യങ്ങളൊന്നും ഞങ്ങൾ എടുത്തിട്ടില്ലായിരുന്നു. കയ്യിൽ ഫോണും ഇല്ല? ഇല്ല, ഒന്നുമില്ല. പിന്നെ ആരും കാണാനും പറ്റിയില്ല. പിന്നെ നമ്മളിങ്ങോട്ട് കേറി വന്നപ്പോ നമ്മളെ നിയാസാക്കാരനൊരു കാക്കുണ്ട് ചുങ്കത്തറല്ല, മൂപ്പരനെ കണ്ടിരുന്നു. മൂപ്പര് ഞങ്ങൾക്ക് ഒരു 4 പൊറോട്ട തന്നിരുന്നു. അത് ഞങ്ങൾ ഇന്നലെ ഒരു 5 മണിയൊക്കെ ആയപ്പോ 5 മണിയാണോന്ന് അറിയില്ല, സമയത്തിന്റെ ഇതൊന്നും, ഞങ്ങൾ ഭക്ഷണം ഒരു 5 മണിക്കാണ് കഴിച്ചത് തോന്നുന്നു. പിന്നെ എപ്പോഴും ഭക്ഷണം കിട്ടിയത്. അപ്പോ റഹീസ്, അപ്പോ ഇന്നലെ രാത്രി കഴിഞ്ഞത് പാറക്കെട്ടിലല്ല, 24 മണിക്കൂറായിട്ട് നിങ്ങൾ ഈ തിരച്ചിലാണ്? അതെ, ഇങ്ങനെ മേലേക്ക് തെരഞ്ഞു വന്നതാണ്. അപ്പൊ റഹീസ്, അപ്പൊ ഈ പാറക്കെട്ടിൽ എത്തിയിട്ട് എത്ര മണിക്കൂറായി? എപ്പോഴാണ് പാറക്കെട്ടിൽ കുടുങ്ങിയത്, ഒറ്റപ്പെട്ടു പോയത്? സത്യം പറയുന്നത്, പാറക്കെട്ടിൽ നിന്നിട്ട് മേലേക്ക് കയറാൻ ഒരു 8 മണിക്ക് അങ്ങനെ ഇങ്ങോട്ട് കയറാൻ തുടങ്ങിയിട്ടുണ്ടാവും. സമയം എന്തായി, 1 മണിയോ? ഇപ്പൊ 2 മണിയാവുന്നു. സമയം എത്രയാന്ന് എനിക്കറിയില്ല. ഇപ്പൊ 2 മണിയാകുന്നു, 1:50 പാറക്കെട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ വെള്ളച്ചാട്ടമാണ്. അപ്പൊ നിങ്ങള് അരിക്കൂടെ സേഫായി അങ്ങനെ കയറി വരുവേന്. അല്ല റഹീസ്, ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് എവിടേക്കും അനങ്ങാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾ അവിടെ ഒറ്റപ്പെട്ടു പോയില്ലേ? ഒറ്റപ്പെട്ടു പോയി. അത് എത്ര നേരമായി അവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്? രാവിലെയോ? ഒറ്റപ്പെട്ട ഒരു ഫീലില്ല, കാരണം നമ്മൾ സേഫാണെന്ന് നമുക്കറിയാലോ. അല്ല ശരി, അതല്ല ഞാൻ ചോദിക്കുന്നത്, ഈ പാറക്കെട്ടിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് എത്ര നേരമായി? പാറക്കെട്ട് 4 മണിക്കൂറായിട്ടുണ്ടാവും. 4 മണിക്കൂറായി. 4 മണിക്കൂറായിട്ട് നിങ്ങൾ പാറക്കെട്ടിലാണ്. അപ്പൊ പിന്നെ 24 മണിക്കൂറോളായിട്ടാണ് ഭക്ഷണം കഴിച്ചത്. അല്ല, അപ്പൊ നിങ്ങൾ ആരാ പിന്നെ കണ്ടെത്തിയത്? നിങ്ങൾ ഇവിടെ ഉണ്ടെന്ന് ആരാ കണ്ടെത്തിയത് റഹീസ്? കോസ്റ്റ് ഗാർഡും ഫോറസ്റ്റും, പെട്രോളിങ്ങിന് വന്ന കോസ്റ്റ് ഗാർഡും ഫോറസ്റ്റും. അപ്പൊ നിങ്ങൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞിട്ടാണോ അവർ കണ്ടത്? അല്ല, ഞങ്ങൾ താഴെ നിൽക്കുന്നത് ഇവിടുന്ന് ഞങ്ങൾ കണ്ടോലെ. അപ്പൊ ഞങ്ങൾ കൈ കാട്ടി, പോലും കൈ കാട്ടി. ഓക്കെ.
ശരി, എന്നിട്ട് റഹീസിനെ ഇപ്പൊ എങ്ങനെയാണ് പുറത്തേക്ക് കൊണ്ടുവന്നത് എങ്ങനെയാ? ഇവിടെ അങ്ങനെ മേപ്പാടി ദുരന്തത്തിൽ അങ്ങനെ നഷ്ടപ്പെട്ടിരിക്കണം. അപ്പൊ ഓന് അതിന്റെ ഭയങ്കരമായിട്ടുള്ള ഫീലിങ്സ് ഉണ്ട്. അപ്പൊ ഞങ്ങൾ ഓൾറെഡി ഇവിടം വരെ ഞങ്ങൾ തെരച്ചിൽ നടത്തിയതാണ്, ഈ കലക്കമ്പോയ വരെ. അപ്പൊ അവിടുന്ന് മേലേക്ക് വരണം എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലും ഉണ്ടായിരുന്നു. പിന്നെ ഇന്നലെ മിനിഞ്ഞാന്ന് രാത്രി ഞങ്ങളെ പ്ലെയിൻ ക്ലബിന്റെ കീഴിൽ ഞങ്ങൾ തീരുമാനിച്ചതാണ്. പക്ഷെ നമുക്ക് മേലേക്ക് പോകാനുള്ള അനുമതി ഇല്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഒരു 8 മണി. അപ്പൊ എന്റെ വീട് ഫാമിന്റെ അടുത്ത് തന്നെയാണ്. അപ്പോഴാണ് ജുവൽസുകാരി ഒരു 20 ആൾക്കാർ പോണത് കണ്ടത്. പോലെ ബേക്കിൽ നമ്മൾ അവിടുന്ന് അങ്ങോട്ട് നമ്മളെ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നതാണ്. അവർ റഹീസിനെ ഇപ്പോ ഉദ്യോഗസ്ഥർ വന്ന് രക്ഷപ്പെടുത്തിയില്ല, അതെങ്ങനെയാ രക്ഷപ്പെടുത്തിയത്? അല്ല, ഞാൻ സ്വന്തം ഇങ്ങനെ കയറി വന്നതാണ്. പിന്നെ ഫോറസ്റ്റുകാർ ഇവിടുന്ന് എനിക്കൊരു ഇത് തന്നു, എന്റെ ഫ്രണ്ട്സിനെ ഒന്ന് വെച്ച് അവിടെ ഉണ്ട്. മനസ്സിലായില്ല, റഹീസിനെ എങ്ങനെയാണ് ഇപ്പൊ രക്ഷപ്പെടുത്തിയത്? കയറിട്ട് വന്നോ? ഞാൻ സ്വന്തമായിട്ട് അങ്ങനെ കയറി വന്നതാണ്. ഇപ്പൊ എടുക്കാൻ ഹെലികോപ്റ്റർ വന്നിക്കണേ. ഒരാൾക്ക് പരിക്കും പറ്റിയിക്കണേ, ഒരാൾക്ക് അതുപോലെ തന്നെ BP കുറയണ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായതുകൊണ്ട് അവിടെ ഭക്ഷണം കിട്ടാത്തതിന്റെ. മനസ്സിലായി. റഹീസ് ഒരു കാര്യം റഹീസ് എങ്ങനെയാണ് സ്വന്തമായിട്ട് അങ്ങനെ കയറി വന്ന വെള്ളത്തിലൂടെ ഇറങ്ങി നടന്നു വന്നോ? അതെ, ഞാൻ ആ കല്ലുമ്മ കൂടെ കയറി അങ്ങനെ പോകുന്നു. ഇത് ഓൾറെഡി നമുക്ക് കുറച്ചിട്ട് അറിയാം. അപ്പൊ അങ്ങനെയാണ് പോകുന്നു ഒരു ധൈര്യത്തിന്റെ പുറത്ത്. ഓ, അത് ശരി. പിന്നെ ഫോറസ്റ്റ് ഈ ഉദ്യോഗസ്ഥർ കയറിട്ട് തന്നോ? അതെ, ഇവിടെ ഞാൻ ഈ മേലെത്തിയപ്പോ ജസ്റ്റ് കയറിട്ട് വന്നിട്ട് ഞാൻ പോയിക്ക് ചാടി നീന്തി ഞാൻ ഇക്കരക്ക്. ഓ, കരക്ക് നീന്തി. ഇത് എത്ര ദൂരം ഉണ്ടാവും ഈ കരയും പാറയും തമ്മില്? പറയുന്ന തമ്മിലൊരു എത്ര മീറ്റർ ഉണ്ടാവും? ഇവിടെ നീന്തിയത് എത്ര മീറ്റർ ഉണ്ടാവും? അതൊരു കുണ്ടാണ്, ഇവിടെ പാറക്കെട്ടാണ്, അങ്ങനെ ഒരു സ്ഥലമാണ് ഇങ്ങനെ. അല്ല, അതെങ്ങനെയാ റഹീസ് നടന്നു വന്നത്? ഭയങ്കര റിസ്ക് അല്ലേ? അങ്ങനെ നടന്നു വരുന്നത് ഭയങ്കര അപകടമല്ലേ? റിസ്ക് ആണ്. പക്ഷെ നമുക്ക് ഇക്കരക്ക് വരല് നിർബന്ധമാണ്. കാരണം എന്താ വെച്ചാല് ഇവരിവിടുന്ന് അങ്ങോട്ട് വരുന്നത് കണ്ടു ഞാൻ. അപ്പൊ ഓല് വരുന്ന വഴി സേഫ് അല്ലാന്ന് അറിയണോണ്ടാണ് അങ്ങോട്ട് വന്നത്. എനിക്കത് പറഞ്ഞു കൊടുക്കാന്. ഓ, അത് ശരി. അപ്പോ ഈ എത്ര ദൂരം എത്തിയപ്പോ കയറ് കിട്ടി? എങ്ങനെ ഇവർ ഈ ഉദ്യോഗസ്ഥർ കയറിട്ട് തന്നില്ലേ? അതെ. അത് എത്ര ദൂരം എത്തിയപ്പോ കിട്ടി? കയ്യിൽ ആദ്യമേ തന്നിരുന്നു, ഞാൻ അരിയില് കെട്ടി. ഓ, അത് ശരി. ആദ്യമേ കയർ പിടിച്ചാണ് ഇറങ്ങി നടന്നത് അല്ലേ? അതെ, കയറ് പിടിച്ച് നടന്നിട്ടില്ല. കയറ് എന്റെ അരിയിൽ കെട്ടി ഞാൻ പോയിക്ക് ചാടി നീന്തി. ഓ, ശരി ശരി. വലിച്ചു. കയറ് അരയിൽ കെട്ടി എന്നിട്ട് നീന്തി ബാക്കി ദൂരം. ശരി, റഹീസ് ആണ്. ഇപ്പോൾ നമുക്കറിയാം പാറക്കെട്ടിൽ ഈ ചെറുപ്പക്കാർ 3 പേരും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെ സജീവമായി രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായിരുന്നവരാണ്. ഇന്നലെ ഉച്ചയ്ക്ക് 1 മണിക്ക് അവർക്ക് ഒരു മൃതദേഹം അവർ കണ്ടെടുത്തിരുന്നു. അതിനുശേഷം പിന്നീട് അവർ മുകളിലേക്ക് കൂടുതൽ തിരഞ്ഞു പോവുകയായിരുന്നു. ഏതാണ്ട് 20 പേരുടെ ഒരു സംഘം മുന്നിൽ പോയിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇവരും കാട് കയറി പോയതെന്നാണ് റഹീസ് പറഞ്ഞത്. ഇന്നലെ രാത്രി മുഴുവൻ കാട്ടിലെ ഒരു മരത്തിൽ കഴിയുകയായിരുന്നു എന്നാണ് റഹീസ് നമ്മളോട് പറഞ്ഞത്. കാട്ടിൽ ഒരു മരത്തിൽ കഴിയുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. അതിനുശേഷം പിന്നീട് രാവിലെ വീണ്ടും തിരച്ചിൽ തുടങ്ങി അവരെ തിരഞ്ഞു പോകുന്നതിനിടയിലാണ് ഈ പാറക്കെട്ടിൽ ഒറ്റപ്പെട്ടു പോയത്. കൂടെ ഉണ്ടായിരുന്ന ഒരാൾക്ക് അയാൾക്ക് BP കുറഞ്ഞു. അപ്പോൾ അയാൾക്ക് തലകറക്കം അനുഭവപ്പെട്ടു. അങ്ങനെ ഭക്ഷണം കഴിക്കാത്തതിൻ്റെ ചില പ്രശ്നങ്ങളായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് അവർ ഈ പാറക്കെട്ടിൽ രാവിലെ മുതൽ ഏതാണ്ട് ഒരു 4-5 മണിക്കൂറായി ഈ പാറക്കെട്ടിൽ അവർ ഒറ്റപ്പെട്ട് നിൽക്കുകയായിരുന്നു. അവിടെ പെട്രോളിങ്ങിന് വേണ്ടി എത്തിയ കോസ്റ്റ് ഗാർഡിന്റെ സംഘമാണ് ആദ്യം ഇവരെ കണ്ടത് എന്നാണ് റഹീസ് നമ്മളോട് പറയുന്നത്. അപ്പോൾ ഇവർ ആ പാറക്കെട്ടിൽ നിന്നുകൊണ്ട് കൈ കാണിക്കുന്നു, കോസ്റ്റ് ഗാർഡും കൈ കാണിക്കുന്നു, ഉദ്യോഗസ്ഥരും കൈ കാണിക്കുന്നു, അവിടെ നിൽക്കാൻ പറയുന്നു. അതിനുശേഷം ഇവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങളായിരുന്നു. പിന്നീട് ഇപ്പോൾ 2 പേർ, അതായത് അവർ ഇടുക്കി ആംഡ് ബറ്റാലിയനിൽ 2 പോലീസ് ഉദ്യോഗസ്ഥരും രഞ്ജിത്ത് ഇസ്രായേലും ചേർന്ന് അവിടെ എത്തുന്നു. അവരങ്ങോട്ടേക്ക് കടക്കുകയായിരുന്നില്ല, മറിച്ച് ഒരു കയർ ഇട്ടുകൊടുത്ത് അത് റഹീസിന്റെ അരയിൽ കെട്ടുന്നു. എന്നിട്ട് റഹീസ് ഇറങ്ങി ആ ഒഴുക്കുള്ള വെള്ളമാണ് അതിൽ നീന്തിയാണ് റഹീസ് കരയിലേക്ക് എത്തിയത് എന്നാണ് പറഞ്ഞത്. ഏതാണ്ട് ഒരു 20 മീറ്റർ ആയിരിക്കും ദൂരം എന്നാണ് റഹീസ് പറയുന്നത്. മറ്റ് 2 സുഹൃത്തുക്കൾ അവർ വളരെ ക്ഷീണിതരായതുകൊണ്ട് തന്നെ അവരോട് ഇപ്പോൾ ഇറങ്ങണ്ട എന്ന് റഹീസ് പറഞ്ഞു. പക്ഷേ അവർക്ക് പേടിയൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം അത് സുരക്ഷിതമായ ഒരു ഇടമാണ് എന്നവർക്ക് ഉറപ്പുണ്ടായിരുന്നു എന്നാണ്. ഏതായാലും ഇപ്പോൾ റഹീസിനെ കരയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മറ്റ് 2 പേർ സുരക്ഷിതമായ ഇടത്ത് നിൽക്കുകയുമാണ്. അതുകൊണ്ട് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ഇനി മറ്റ് 2 പേരെ കൂടി സുരക്ഷിതമായി കരയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ രക്ഷാദൗത്യത്തിൽ ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു ഘട്ടം.